ഇന്ന് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം ഇന്ന് നമ്മൾ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ വചനം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായം 12 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് ഇന്നത്തെ വചന ചിന്തയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ദൈവവചനത്തിൽ നമ്മളിപ്പോൾ വായിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം. യേശു ക്രിസ്തു അവിടെ വളരെ അധികം അത്ഭുതങ്ങൾ ചെയ്ത്, വളരെ അധികം ദൈവിക പ്രവർത്തികൾ ചെയ്ത്, ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തികളിലൂടെ തൻ്റെ പരസ്യ ജീവിതകാലത്തിൻ്റെ പര്യവസാനത്തിലേക്ക് യേശു കടന്നു പോവുകയാണ്. അപ്പം ഇവിടെ നമ്മൾ വായിച്ച വചനം, അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ചു. അവൻ വരുന്നെന്ന് കേട്ട് അവന് ജയ് വിളിക്കാൻ തുടങ്ങി, അവന് ഹോസാന പാടാൻ തുടങ്ങി. അവൻ വരുന്നത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ്, വിനയാന്വിതനായ, മറ്റ് ഒരു അധികാരത്തിൻ്റെ പുറത്തല്ല, അവകാശത്തിലല്ല, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുമല്ല യേശു വരുന്നത്. ഏറ്റവും നോർമലായി, ഏറ്റവും ഒരു സിമ്പിളായ ഒരു മനുഷ്യന് എങ്ങനെ വരാൻ പറ്റുമോ ആ രീതിയിൽ ഒരു കഴുതയുടെ പുറത്ത് യേശു കടന്നു വരികയാണ്. ഇങ്ങനെ വന്ന ആ യേശുവിനെ അനേക ജനങ്ങൾ, ഒരു വലിയ ജനക്കൂട്ടം തന്നെ യേശുവിന് ഹോസാന പാടി എന്നാണ് നമ്മൾ വചനത്തിൽ വായിച്ചത്. വലിയ രീതിയിൽ ഹോസാന പാടിക്കൊണ്ട് കർത്താവിനെ എതിരേറ്റു. വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് എന്നുകൂടെയാണ് നമ്മളോട് ചിന്തിക്കേണ്ടത്. 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവന്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. അതായത് യേശു എന്തുകൊണ്ടാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് പോയതെന്നോ, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തെക്കുറിച്ച് ആർക്ക് ബോധ്യമുണ്ടായില്ല? ശിഷ്യന്മാർക്ക് പോലും ബോധ്യമുണ്ടായിരുന്നില്ല. ശിഷ്യന്മാരോട് പറഞ്ഞു, നീ ഒരു കഴുതനെ കൊണ്ടുവരിക, ഇന്ന സ്ഥലത്ത് ചെല്ലുക, അവിടെ ചെല്ലുമ്പോൾ പട്ടണത്തിൻ്റെ പുറത്ത്, വാതിലിൻ്റെ പുറത്ത് അവിടെ ഒരു കഴുതനെ കാണാം, ഒരു കഴുതക്കുട്ടീനെയും കാണാം, അതിനെ നീ അഴിച്ച് കൊണ്ടുവരിക. അപ്പോൾ നിന്നോട് ചോദിക്കും, നീ എന്തിനു വേണ്ടി പ്രവർത്തി ചെയ്യുന്നു? അപ്പോൾ പറയാ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്, നീ കൊണ്ടുവരിക എന്ന് പറയും. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് പല കാര്യങ്ങളും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, എല്ലാം കൺഫ്യൂസ്ഡ് ആയിരുന്നു. പലപ്പോഴും നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ നോർമൽ വെർഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. ഇതെന്താ ഇങ്ങനെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. നമ്മളെല്ലാം എന്താ പറയുക, അത്ഭുത സ്തബ്ധരായി നിൽക്കുന്ന ചില മേഖലകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ചില അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ 1, 2, 3 പല സ്റ്റെപ്പുകൾ കവർ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ സംഭവിച്ച കാര്യം എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, അതെന്തുകൊണ്ടാണ് അടുത്തത് സംഭവിച്ചത്, ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ചിലപ്പോൾ നമുക്കൊരു അനുഗ്രഹം നമുക്ക് തടയപ്പെടുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലൊരു അനുഗ്രഹം നമുക്ക് തടയപ്പെടുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പുതിയ ക്യാമറ വാങ്ങുന്നതിനെ കുറിച്ചുള്ളൊരു അത്യാവശ്യ ഘട്ടത്തിലായിരുന്നു. അതപ്പോൾ എനിക്കൊരു പുതിയ ക്യാമറ അപ്ഡേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ ആലോചനകളൊക്കെ നടത്തി. ഇങ്ങനെ ആലോചനയുടെ പര്യവസാനം പുതിയ ക്യാമറയുടെ ഇതൊക്കെ എടുത്തു, അതിൻ്റെ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ എടുത്തു, ഇങ്ങനെ എല്ലാം റെഡിയാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ക്യാമറ കൊണ്ടുവന്ന് ഞാൻ കൊടുത്തു. അതിന് കിട്ടിയ പൈസയും ഞാൻ വാങ്ങി. മറ്റ് പൈസകളും ഫണ്ടുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ നടക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും, ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത രീതിയിൽ ഒന്നും നടക്കുന്നില്ല. എനിക്ക് ആകെ വിഷമമായി. കർത്താവ്, ഞാൻ നിൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട്, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട്, കർത്താവിനോട് കൂടെ ഇത്രയും ഞാൻ നടന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സം വരുന്നത്? നമുക്കൊക്കെ ഉണ്ടാവുന്നുള്ളൊരു ഹൃദയത്തിലൊരു ചിന്തയുണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അവസാനം ഞാൻ ഒരു ഫണ്ട് എനിക്ക് ഓക്കെ ആയി, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് ഞാൻ ബാങ്കിൽ പോയി. അതിനുശേഷം ഞാൻ ആ ബാങ്കിൽ നിന്ന് ആ ഫണ്ടുമായി നേരെ ഈ ക്യാമറ സ്റ്റോളിലേക്ക് ചെല്ലുന്നു, ക്യാമറ വാങ്ങുന്നു, തിരിച്ചു പോരുന്നു. ഇതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ ഈ ബാങ്കിൽ ചെന്നപ്പോൾ കഷ്ടകാലത്തിന് എൻ്റെ സൈൻ, എനിക്ക് എപ്പോഴും പറ്റുന്ന സാധനം, ഈ സൈൻ ഇടുമ്പോൾ 2 സൈൻ ഒരുമിച്ചിട്ട് 2 വഴിക്കിരിക്കും. അത് കറക്റ്റ് ആവത്തില്ല ഒരു രീതിയിലും. അപ്പോൾ എനിക്കത് പലപ്പോഴും അങ്ങനെ ആ ഒരു സംഭവം എനിക്ക് കൺഫ്യൂഷൻ വരാറുള്ളത്. അപ്പോൾ ഞാൻ ഈ സൈൻ ചെയ്ത് ഞാൻ ബാങ്കിൽ കൊടുത്തു. പക്ഷേ അവർ സൈൻ കണ്ടിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ സൈൻ അല്ല. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ഞാൻ തന്നെ സൈൻ ചെയ്തതാണ്. പക്ഷെ അവരെന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. അവസാനം
ഞാൻ വീണ്ടും ഒരു ക്ലാരിഫിക്കേഷനൊക്കെ കൊടുക്കേണ്ടി വന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ ഒരു ചെക്ക് ലീഫേ ഉള്ളൂ. കുറേ നേരം എനിക്ക് തോന്നുന്നു ഒരു 1/4 മണിക്കൂർ അവിടെ ഞാൻ ലാഗ് ചെയ്യേണ്ടി വന്നു. എൻ്റെ ID പ്രൂഫ് കൊടുത്തു. ID പ്രൂഫ് തന്നെ അവർ പ്രിൻറ്റ് ചെയ്ത് തന്നു, കോപ്പി എടുത്ത് തന്നു. പിന്നെ ഞാൻ അതിന് സൈൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സിങ് അവിടെ നടന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂറോടത്തോളം എനിക്ക് അവിടെ വേസ്റ്റായി. അപ്പം ഞാൻ ഈ ഫണ്ട് വാങ്ങി ഞാൻ പോയി സ്റ്റോളിൽ പോയി ക്യാമറ വാങ്ങേണ്ട എൻ്റെ ഏകദേശം അന്നത്തെ ദിവസത്തിൻ്റെ വലിയൊരു സമയം എൻ്റെ പോയി. ഈ ഒരു സമയം ഉണ്ടെങ്കിൽ എനിക്കിത് കഴിഞ്ഞ് തിരിച്ചെനിക്ക് വീട്ടിൽ വരാം. എനിക്കാണെങ്കിൽ മെയിൻ പ്രശ്നം ആ ദിവസങ്ങളിൽ 2-3 ദിവസമായിട്ട് ക്യാമറ ഇല്ലാത്ത കാരണം പുതിയ ക്ലാസ്സുകളൊന്നും യൂട്യൂബിൽ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ക്യാമറ പോയി എടുത്താലേ നടക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ സമയം മുഴുവൻ പോവാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. അങ്ങനെ വിഷമിച്ച് ഈ 3/4 മണിക്കൂറിന് ശേഷം ഈ ഫണ്ടൊക്കെ വന്ന് ഞാൻ കാറിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ചു, ചേട്ടാ ക്യാമറ എടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്യാമറ എടുത്തില്ല, ഞാൻ ഓൺ ദ വേ പോവുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യ്, ചിലപ്പോൾ ഒരു കാര്യം നടക്കാനുണ്ട്, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സാധനം വാങ്ങാനുണ്ടായത് വാങ്ങിയപ്പോഴേക്ക് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു വേറൊന്നുമില്ല, എനിക്ക് ജോർജിയയിലേക്ക് പോകാനുള്ള വിസ റെഡിയായി. ഞാൻ ഈ 5-ാം തീയതി ഞാൻ ജോർജിയയിലേക്ക് പോകും. അതുകൊണ്ട് എൻ്റെ ക്യാമറ വളരെ ഷോർട്ടായിട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാനത് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഇത്ര പൈസ തന്നാൽ ഞാൻ ഈ ക്യാമറ തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്ന, ഞാൻ അവിടെ വില പറഞ്ഞു വെച്ചിരിക്കുന്ന അതേ സെയിം സെഗ്മെൻറ്റിലുള്ള ക്യാമറ ഇവനെടുത്ത് കുറച്ചു കാലം ഉപയോഗിച്ച് ആ ക്യാമറ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു എമൗണ്ട്. അപ്പം ഞാനിങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ നോക്കിയിട്ട് ഇതിപ്പോൾ കൂടുതലാണല്ലോ കർത്താവേ, ഞാനിത് എന്ത് ചെയ്യും എന്ന ചിന്തയിൽ വെക്കുന്ന തലത്തിൽ. അപ്പം എനിക്ക് സത്യത്തിൽ ഒരു ക്യാമറ വാങ്ങാനുള്ള കാശ് മാത്രമേ ഞാൻ സ്വരുക്കൂട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ആ ക്യാമറ വാങ്ങി വീണ്ടും ഒരു 1 ലക്ഷം രൂപയിൽ വരുന്ന 1,30,000 രൂപയിൽ വരുന്ന മറ്റൊരു ലെൻസും കൂടെ അതിൻ്റെ കൂടെ എനിക്ക് എടുക്കാൻ ദൈവം കൃപ നൽകി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എനിക്കൊരു 3/4 മണിക്കൂർ എന്നെ എന്ത് ചെയ്തു, വേസ്റ്റ് ചെയ്തു. ആ 3/4 മണിക്കൂർ നമ്മളെപ്പോഴും എങ്ങനെ, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ ഇങ്ങനെ എന്താ ഇങ്ങനെ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിൽ വരിക. പക്ഷേ ചില കഷ്ടതകൾ, ചില ദുരിതങ്ങൾ നമുക്കത് അനുഗ്രഹത്തിനാണ്. നമ്മൾ ഒരിക്കലും അറിയത്തില്ല ഇത് എൻ്റെ അനുഗ്രഹത്തിന് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. നിങ്ങളത് ചിന്തിച്ചു നോക്കുക, ആ ബാങ്കിൽ അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പോയി അവിടെ കൈ കൊടുത്ത് ക്യാമറ വാങ്ങിച്ച് തിരിച്ചു വരുമായിരിക്കും എനിക്ക് ഈ കോള് വരുന്നത്. പക്ഷേ ഇത് വളരെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ചില അനുഭവങ്ങളാണ്. എൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ പല അനുഭവങ്ങളിലൂടെ നമ്മൾ നടത്തുന്ന ദൈവം. നമുക്കറിയത്തില്ല ഇത് എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ വചനം പറയുക, ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ട്, 16-ാം വാക്യം വായിക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ ആദ്യം ഇത് മനസ്സിലാക്കിയില്ല, എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെ പറ്റി ഈ കാര്യങ്ങൾ എഴുതപ്പെട്ടുവെന്ന് അവന് വേണ്ടി ഇവയെല്ലാം ചെയ്യുന്നുവെന്നും അവർ അനുസ്മരിച്ചു. നമുക്കറിയാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. കാരണം നമ്മൾ യേശുവിൻ്റെ പരസ്യ ജീവിതം എടുത്ത് ആലോചിച്ച് നോക്കി. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും സ്റ്റാറായി നിൽക്കുക, ഏറ്റവും ഹൈ പൊസിഷനിലേക്ക് യേശു വരികയാണ്. ജനം മുഴുവൻ യേശുവിനെ ഉറ്റുനോക്കുക, പുരോഹിതർ മുഴുവൻ യേശുവിനെ അസൂയോടെ നോക്കുക. സകല ജനങ്ങളും യേശു ഒരു തലവേദനയായി മാറിക്കഴിഞ്ഞു. ഫരിസേയർക്കാകട്ടെ, നിയമജ്ഞർക്കാകട്ടെ, അവിടെ ഉണ്ടായിരുന്ന സദുക്കായർക്കാകട്ടെ, എല്ലാവരെയും അസൂയ യേശുവിനെതിരെ തിരിഞ്ഞിരിക്കുക. ഇവനെ എന്ത് ചെയ്യും എന്ന് വലിയ ദുഃഖത്തിൽ, അല്ലെങ്കിൽ വലിയ അസൂയയുടെ ആത്മാവോടെ തകൃതിയായി വാണു നിൽക്കുക. അപ്പോഴാണ് യേശു വളരെ വിനയാന്യതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് പോകുന്നത്. 12 ശിഷ്യന്മാരുണ്ട്, അതിനകത്ത് സെബദി പുത്രന്മാരുണ്ട്. അവരിടയ്ക്ക് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവ് നീ മഹത്വത്തിൽ വാഴുമ്പോൾ നിൻ്റെ ഇടത് ഞാൻ, നിൻ്റെ വലത് ഞാൻ. അപ്പോൾ തന്നെ ബാക്കിയുള്ളവന്മാർ, അപ്പോൾ ഇത്രയും കാലം ബാക്കിയുള്ളവനൊക്കെ നിൻ്റെ ഒക്കെ കൂടെ നടന്നത് വെറുതെ ആയോ കർത്താവേ എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നമ്മൾ ആ വചനം അവിടെ താഴെ വായിക്കുമ്പോൾ എങ്ങനെയാണ്, ബാക്കി എല്ലാവർക്കും സെബദി പുത്രന്മാരോട് അസൂയ തോന്നി. കാരണം അവർ ചോദിച്ചു, ഇടതും വലതും ഇരിക്കാൻ എനിക്ക് അവസരം തരുമോ? കർത്താവ് പറഞ്ഞു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നൽകിയിരിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയും, നിങ്ങൾ ഇരിക്കും എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അസൂയായി. അവിടെ മന്ത്രിസ്ഥാനം ഉമ്മാർക്ക് 2 പേർക്കും കൊടുത്ത ഇനിയിപ്പോൾ നമുക്ക് എന്താ കിട്ടാനുള്ളത്? അപ്പോൾ ശിഷ്യന്മാരിൽ 12 പേരിൽ പോലും ഈ അസൂയ അല്ലെങ്കിൽ ഈ ഒരു ചിന്തയുണ്ടായി. നമ്മളെപ്പോഴും വിചാരിക്കും, ദൈവസഭയിൽ ഇങ്ങനെ ഉണ്ടാവൂ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടി ദൈവസഭയിൽ ഇതുണ്ടാവോ എന്ന് ചിലപ്പോൾ പലരും ചിന്തിച്ചേക്കാം. ആ ശിഷ്യന്മാരുടെ ഇടയിൽ നമുക്കിത് കാണാൻ പറ്റും. ശിഷ്യന്മാരുടെ ഇടയിൽ പോലും ഈ മേഖല നമുക്ക് കാണാൻ പറ്റും. ഈ അസൂയയുടെ ആത്മാവ് അവരിൽ പോലും പ്രവർത്തിച്ചു. എന്നാൽ കർത്താവ് അവരെ പല രീതിയിലും കൊണ്ടു നടന്ന് പഠിപ്പിച്ച്
പ്രിൻസിപ്പിളിൽ നടത്തിയപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അപ്പോൾ ഈ ഒരു അധികാരത്തെക്കുറിച്ചൊക്കെ ചോദിച്ച സെബദി പുത്രന്മാർ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവും, ഇതെന്തുകൊണ്ടാണ് കർത്താവ് കഴുതയുടെ പുറത്ത് പോകുന്നേ? അല്ല, ഒരു ഏറ്റവും കുറഞ്ഞത് നമ്മുടെ കർത്താവിന് ഒരു ബെൻസ് കാറെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സ് എങ്കിലും വേണ്ട, ഏറ്റവും കുറഞ്ഞത്. ഇങ്ങോട്ട് എന്തോന്ന് കർത്താവ് കഴുതേനെയൊക്കെയുള്ള വിളിക്കാൻ പറഞ്ഞേ, ഇതായിരിക്കും അവരുടെ ചിന്ത. അപ്പൊ അവിടെയാണ് യേശു സകല നിയമത്തിന്റെയും പൂർത്തീകരണം, സകലതും എഴുതി വെച്ചതിന്റെ പൂർത്തീകരണമാണ്. അത് അവർക്ക് മനസ്സിലാകത്തില്ല. അതിനുശേഷം നമ്മൾ അടുത്ത വാക്യം കൂടി വായിച്ചു, 17-ാം വാക്യം കൂടി വായിച്ചു. അത് വായിച്ചാൽ നമുക്ക് വേറൊരു കാര്യം അവിടെ വെളിപ്പെടും. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. അതായത് ജനക്കൂട്ടത്തിന്റെ പെരുപ്പം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പൊ ഈ അത്രയും ആളുകൾ അവിടെ കൂടിയതിന്റെ കാരണം എന്താണെന്ന് അടുത്ത വാക്യം കൂടി വായിച്ചത് ക്ലിയർ ആണ്. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടത് കൊണ്ട് കൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കാൻ വന്നത്. അതായത് വലിയൊരു ജനക്കൂട്ടം. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, ജനങ്ങൾ ഇങ്ങനെ ജയ് വിളിക്കുക, കുഞ്ഞുങ്ങൾ ജയ് വിളിക്കുക, എല്ലാവരും ഹോസാന ഹോസാന എന്ന് പാടുക. അപ്പോൾ ഫരിസേയർക്കും ഈ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതർക്കും അങ്ങോട്ട് സഹിച്ചില്ല. അമ്മമാർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട്, നീ എന്ത് കർത്താവോ, നീ വലിയ ആളാണല്ലോ, നീ വലിയ അത്ഭുത പ്രവർത്തനമൊക്കെ ഉള്ളോ, പ്രവാചകനൊക്കെ ഉള്ളോ, നിനക്കറിയാൻ പാടില്ല, ഉമ്മാർ വിളിക്കുന്നത് ശരിയല്ലല്ലോ, അവരെ ശാസിക്കുവൻ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞോടാ, നീ കുഞ്ഞുങ്ങളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അതരത്തിൽ എനിക്ക് വേണ്ടി സ്തുതി ഒരുക്കിയിരിക്കുന്നു എന്ന് നീ വായിച്ചിട്ടില്ലേ? നിനക്ക് വിശുദ്ധ ലിഖിതത്തെക്കുറിച്ച് എന്തറിയാം എന്ന് കർത്താവ് തിരിച്ചു ചോദിക്കുക. അപ്പൊ യേശു ഈ ഒരു പ്രവൃത്തിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അനേകമായ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിനെ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ ഇല്ലാതെയാക്കാം എന്ന് ചിന്തിക്കുന്ന ജനത്തിന് നടുവിലൂടെ ഇതവൻ കഴുതക്കുട്ടിയുടെ പുറത്ത് പോവുക. ഏറ്റവും വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് അവൻ പോവുകയാണ്. നമ്മൾ വിചാരിക്കും കർത്താവിൻ്റെ പരാജയമായിരിക്കും ഒരു പക്ഷേ ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് പോകുന്നത്, അല്ലെങ്കിൽ കുതിരയുടെ പുറത്തല്ലേ യേശു പോകേണ്ടത്, അല്ലെങ്കിൽ വിജയ ശ്രീലാളിതനായ ഒരു രാജാവല്ലേ ക്രിസ്തു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ യേശു കഴുതക്കുട്ടിയുടെ പുറത്തല്ലല്ലോ പോകേണ്ടത്. ഇങ്ങനെ പല ചിന്തകൾ ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ വന്നേക്കാം. വീണ്ടും അതിൻ്റെ 19-ാം വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. 19-ാം വാക്യം. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റ് വളരെ പെർഫെക്റ്റാണ്. അതായത് അവര് അതുവരെ നിയമജ്ഞരായിട്ടെ ഫരിസേയരായിക്കൊള്ളട്ടെ, ഇവരുടെ പക്ഷം ചേർന്ന് കുറച്ചു പേര് സദുക്കായര്, കുറച്ചു പേര് ഫരിസേയര്, ഞങ്ങളാണ് നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നവർ എന്ന രീതിയിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നടന്ന ഈ ജനം മുഴുവൻ ആരുടെ പിന്നാലെ പോയി? യേശുവിന്റെ പിന്നാലെ പോയി. സർവ്വജനവും യേശുവിന്റെ പിന്നാലെയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആകുലതയാണ്. നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. പിന്നീട് നമ്മൾ നോക്കുക, ഒരാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന സംഭവം. ഏകദേശം ഓശാന ആ ദിവസം നടക്കുന്നതാണ്. യേശു ഇങ്ങനെ ജനത്തിൻ്റെ വലിയ ആർപ്പ് വിളിയോടുകൂടെ വലിയ രീതിയിൽ യേശുവിനെ ജനം, അതായത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ജനം വഴിയരികിൽ നിന്നും അപ്പുറത്തു നിന്നും എല്ലായിടത്തു നിന്നും ആ വലിയ വലിയ ജാഥയായി ഓടിക്കൊണ്ടിരിക്കുക ജനം. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ജനം ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും ദേവാലയത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴും ജനം കൂടി വരിക. ലാസറിനെ ഉയർപ്പിച്ചത് കണ്ട ജനം, അത്ഭുതം ചെയ്തത് കണ്ട ജനം, ഇങ്ങനെ ഓരോ പ്രവൃത്തിയും കണ്ട ജനം ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൂടിക്കൊണ്ടുവരികയാണ്. അവസാനമാണ് ഇവർ പറയുന്നത്, ജനം മുഴുവൻ അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ഇന്ന് പലപ്പോഴും ഇങ്ങനെയാണ്. കർത്താവിൻ്റെ സുവിശേഷം ശക്തി പ്രാപിച്ച് അത് അനുഗ്രഹിക്കപ്പെട്ട് അത് വളർന്ന് അത് പന്തലിച്ച് അത് വലിയ മരമായി കഴിഞ്ഞ് ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ സാത്താനെ പിന്നെ ഇരിക്കപ്പുറതില്ല. സാത്താൻ പണി തുടങ്ങും. അവൻ സമ്മതിക്കത്തില്ല. അവൻ ഒരു രീതിയിലും അതിന് സമ്മതിക്കത്തില്ല. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് എടുത്ത് നോക്കുക. ആദ്യത്തെ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. പഴയ വീഡിയോസൊക്കെ ചിലപ്പം അത്യാവശ്യം വ്യൂസ് ഉള്ള വീഡിയോസ് ആണെങ്കിൽ പോലും അതിൻ്റെ താഴെ കമൻറ്റ് കുറവായിരിക്കും. പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻറ്റ് തീരെ കുറവായിരിക്കും. കാരണം കാണുന്ന ആളുകൾ, നമ്മുടെ ആളുകൾ, അവരൊരു പ്രൈസ്തലോട് അടിക്കും, ഒരു ഹല്ലേലൂയ അടിക്കും, കൂടി വന്നൊരു വചനോടും, അല്ലെങ്കിൽ നന്നായി എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് അത് വെച്ചിട്ട് അത് പോകും. പക്ഷേ നമ്മുടെ വീഡിയോസ് കുറച്ചും കൂടി റീച്ചായി കഴിഞ്ഞു. നമ്മൾ ചില കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയറായി നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കുള്ള എതിർപ്പുകളും ശക്തമാകാൻ തുടങ്ങി. നമുക്കെതിരെയുള്ള ആരോപണങ്ങളും ശക്തമാകാൻ തുടങ്ങി. നമുക്കെതിരെയുള്ള വാക്കുകളും ശക്തമാകാൻ തുടങ്ങി. എല്ലാ രീതിയിലും
എല്ലാ കാര്യങ്ങളും നമുക്കെതിരെ വരാൻ തുടങ്ങി. ഇതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ എപ്പോഴും ഇപ്പോൾ ഒരു കല്ലെടുത്ത് നമ്മൾ മാവേലേക്ക് എറിയുക, മാങ്ങ വീണ് കഴിഞ്ഞാൽ മാങ്ങകൾ മൊത്തം കൃത്യമായി വീഴുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഉന്നം പെർഫെക്റ്റാണ്, നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കറക്റ്റാണ്. മറ്റേത് മാങ്ങയൊന്നും വീഴുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കണ്ണുമുട്ടൻ ആ മാവേൽ എറിയുന്നത്, ആ മാവേൽ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ എറിയേണ്ട സ്ഥലത്തേക്കല്ല എറിയുന്നത്. എന്നാൽ കൃത്യമായി ഇത് കൊള്ളുന്നുണ്ടെങ്കിലാണ് മാങ്ങ വീഴാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ വ്യത്യാസം വരുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിലെ മാങ്ങകളുടെ എണ്ണം കൂടി വരിക. അപ്പോഴേ ഇത് മനസ്സിലാവുക. നമുക്കെതിരെ യാതൊരുവിധ എതിർപ്പുകളുമില്ല. നമ്മൾ വളരെ സ്മൂത്തായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ പോകുന്നെങ്കിൽ നമ്മുടെ സുവിശേഷത്തിന് എവിടെയോ ഒരു പ്രശ്നമുണ്ട്. കാരണം യേശു ക്രിസ്തു സുവിശേഷം പറഞ്ഞപ്പോഴും, അപ്പസ്തോലന്മാർ സുവിശേഷം പറഞ്ഞപ്പോഴും, ആദിമസഭ സത്യസുവിശേഷം പറഞ്ഞപ്പോഴും എല്ലാം ഈ കല്ലേറുകൾ ആവശ്യത്തിലധികമായിരുന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ചിന്തിക്കുന്നതിലും അധികമായിരുന്നു. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്, പച്ച മരത്തോട് ഇതാണ് ചെയ്തതെങ്കിൽ നിങ്ങളോട് ഇതിലും വലുത് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കറക്റ്റ് വേയിലാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രോബ്ലംസും നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. ഇവിടെ പിന്നീട് നമുക്കറിയാം യേശുവിന് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ പരിശോധിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. യേശു ക്രിസ്തുവിനെ കാൽവരി ക്രൂശിലേക്ക് നടന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം, ഒരാഴ്ച മുന്നേ ഇവനെ ഹോസാന പാടിയവർ, ഒരാഴ്ച മുന്നേ ഇവനാണ് വലിയ പ്രവാചകൻ, ഇവൻ വലിയ അത്ഭുതം കാണിക്കുന്നവൻ, ഇവൻ ഞങ്ങളുടെ രാജാവ്, ഇവൻ ദാവീദിന്റെ പുത്രൻ എന്നെല്ലാം വിളിച്ച് ഹോസാന പാടിയ അധരങ്ങൾ തിരിച്ചു പറയാൻ തുടങ്ങി. അത്ഭുതം കണ്ടവരും സ്വന്തം ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിച്ചവരും അവനെ നോക്കി പറഞ്ഞു, ഇവൻ ആരാ? ഇവൻ ഏതവൻ? ഇവന് സ്വയം കുരിശേന്നിറങ്ങി രക്ഷിക്കാൻ പറ്റാത്തവനാണോ ഞങ്ങളെ രക്ഷിക്കുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി. യേശുവിനെതിരെ ശാപവാക്കുകൾ പറയാൻ തുടങ്ങി, ദുഷിച്ച വാക്കുകൾ പറയാൻ തുടങ്ങി. ഇന്നും അങ്ങനെയാ. അനുഗ്രഹം സ്വീകരിച്ചവനും അടയാളങ്ങൾ കണ്ടവനും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയും എല്ലാം ചെയ്താലും എന്തൊക്കെ സംഭവിച്ചാലും ആരെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം കേൾക്കുമ്പോഴും കല്ലെടുത്തെറിയാൻ തുടങ്ങുക. ഇത് പൊതുവേ ഉള്ള ഒരു കാര്യമാണ്. യേശുവിൻ്റെ കാര്യത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്. യേശു കാൽവരിയിൽ ക്രൂശിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ജെറുസലേം സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അതുമാത്രമാണ് ഒരു സഹതാപ കണ്ണുനീർ ക്രിസ്തുവിന് വേണ്ടി കാണുന്നത്. പക്ഷെ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ജെറുസലേം പുത്രിമാരെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. ഇന്ന് നമ്മളുടെയും ഈ ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്കും ചിന്തിക്കാനുള്ള കാര്യം ഇതാ, നമ്മുടെ മക്കളെ ഓർത്ത് നമ്മൾ കരയാം. കാരണം വിശ്വാസം നശിക്കുന്ന, വിശ്വാസം മരവിച്ചു പോകുന്ന, ദൈവം ചെയ്ത പ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പ്രവചനങ്ങൾ, ദൈവിക പ്രവർത്തികൾ, സത്യസുവിശേഷത്തെക്കുറിച്ചുള്ള അനേകമായ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതും കണ്ടതും കേട്ടതും എല്ലാം മരവിച്ചു പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ചതിയുടെ, വഞ്ചനയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ സൂക്ഷിക്കണം. കാരണം നമ്മുടെ കണ്ണുനീര് ഒരിക്കലും ആരെ നോക്കിയിട്ടാവരുത്. നമ്മുടെ കണ്ണുനീര് നമ്മുടെ മക്കളെ നോക്കി കരയണം. കാരണം നാളെ നമ്മുടെ മക്കളായിരിക്കും നമ്മുടെ ശത്രുക്കൾ. വിശ്വാസത്തിൽ ഇന്ന് ഈ പോകുന്ന പോക്കുകൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ആദരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മളെ കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ നമ്മളുടെ മക്കൾ നമുക്കെതിരെ തിരിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മൾ. പക്ഷേ കർത്താവ് ഈശോ മിശിഹ കാൽവരി മരിച്ചത്, അവനെ ക്രൂശ് ചുമപ്പിച്ചത്, അവൻ്റെ 2 കൈകളും കാലുകളും ആണി അടിച്ചത്, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചത്, അവൻ്റെ ശരീരം ഉഴവുചാൽ പോലെ ഉഴുതത്, അവൻ്റെ ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് അടിച്ചത്, അവൻ ജനങ്ങൾ അവനെ നോക്കി ശാപവാക്കുകൾ പറഞ്ഞത്, ചുറ്റുമുള്ളവർ അവനെ നോക്കി തെറി വിളിച്ചതും മോശം പറഞ്ഞതും നീ ഇറങ്ങി വരിക എന്ന് പറഞ്ഞതും ഒന്നും കർത്താവിന് അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും അവൻ്റെ പരാജയമല്ല. ഇതെല്ലാം ദൈവമക്കളുടെ വിജയത്തിന് വേണ്ടി, ഓരോ പാപിയുടെയും ഓരോ പൈതലിൻ്റെയും വിജയത്തിന് വേണ്ടി അവർ ചെയ്ത മേഖലയാണ്, അല്ലെങ്കിൽ അവൻ സഹിച്ചതാണ് എന്നുള്ളത് നമ്മൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? നമ്മൾ യെശയ്യാ പ്രവചനം അതിന് 53 വായിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ കാര്യം മനസ്സിലാകാൻ സാധിക്കും. യെശയ്യാ 53 നമ്മൾ ഈ കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. യെശയ്യാ 53 വളരെ കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്, അവൻ ഏറ്റ സഹനങ്ങൾ, അവനേറ്റ പീഡകൾ, കഷ്ടതകളെല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. നാം കരുതി
കർത്താവ് അവനെ ശിക്ഷിച്ചു എന്ന്, നാം കരുതി കർത്താവ് അവനെ തകർത്തുവെന്ന്. എന്നാൽ അതെല്ലാം നമുക്ക് വേണ്ടിയിട്ടായിരുന്നുവെന്ന് എത്ര പേര് മനസ്സിലാക്കി എന്നാണ് യെശയ്യാ പ്രവാചകൻ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില കഷ്ടതകൾ അത് എൻ്റെ അനുഗ്രഹത്തിന് കാരണമാകും. ചില ദുരിതങ്ങൾ അതെൻ്റെ അനുഗ്രഹത്തിന് കാരണമാകും. ചില വേദനകൾ, ചില ദുഃഖങ്ങൾ ഒരുപക്ഷെ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടായിരിക്കും ദൈവം ഇത് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും, ഓ ഇത് എല്ലാം അവസാനിച്ചല്ലോ, എല്ലാം അതുകൊണ്ട് തീർന്നല്ലോ, എല്ലാം അവസാനിച്ചു, ഒക്കെ തീർന്നു എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഒന്നും അവസാനിച്ചിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല, എല്ലാം തുടങ്ങുന്നേ ഉള്ളൂ. കാരണം കർത്താവിൻ്റെ കൃപയാൽ, അവൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒറ്റ സെക്കൻഡ് കൊണ്ട് നടന്നില്ലെങ്കിൽ നമ്മൾക്ക് ചിന്തയുണ്ടാവും ഈ കാര്യത്തെക്കുറിച്ച്. പലപ്പോഴും ദൈവവചനത്തിന്, സുവിശേഷത്തിന് വിലങ്ങ് വെക്കാൻ പറ്റത്തില്ല. സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഏതാ? യേശു ക്രിസ്തു അവിടെ യേശുവിനെ വിലങ്ങ് വെക്കാൻ വരുമ്പോഴും, അല്ലെങ്കിൽ യേശുവിനെ തകർക്കാൻ വരുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സുവിശേഷം പ്രസംഗിക്കും. നീ ആ കുറുക്കനോട് പോയി പറഞ്ഞേക്ക്, സകല കുതന്ത്രങ്ങളും പ്രവർത്തിക്കുന്ന ആ കുറുക്കനോട് നീ പറഞ്ഞേക്ക്, സുവിശേഷത്തിന് വിലങ്ങ് വെക്കാൻ പറ്റത്തില്ല എന്ന് കർത്താവ് പറയുന്നത് വളരെ ക്ലിയറാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാ ഇതോടുകൂടി സുവിശേഷം അവസാനിച്ചു. എന്നാൽ യേശു അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. യേശു കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട് സുവിശേഷം അവസാനിച്ചില്ല. യഥാർത്ഥത്തിൽ സുവിശേഷം അവിടെ തുടങ്ങുകയാണ്. കാൽവരി ക്രൂശിലെ അവൻ്റെ വിജയം, അല്ലെങ്കിൽ ലോകം നോക്കുമ്പോൾ അവൻ്റെ പരാജയം, ലോകം നോക്കുമ്പോൾ അവൻ 2 ആണികളിൽ 3 ആണികളിൽ അവൻ കിടക്കുന്നു, ലോകം നോക്കുമ്പോൾ അവൻ രക്തം വാർത്ത് കിടക്കുന്നു, ലോകം നോക്കുമ്പോൾ അവൻ കഷ്ടത സഹിക്കുന്നു, ലോകം നോക്കുമ്പോൾ അവൻ ദുരിതത്തിലും ദുഃഖത്തിലും എല്ലാവരും അവനെ അവജ്ഞയോടെ നോക്കുന്നു. പക്ഷേ അതവൻ്റെ വിജയമാണെന്ന്, അതവൻ്റെ സുവിശേഷത്തിൻ്റെ തുടക്കമാണെന്ന്, അത് ലോകത്തിൻ്റെ രക്ഷയുടെ തുടക്കമാണെന്ന് സാത്താൻ പോലും അറിഞ്ഞില്ല. ഇതിനു വേണ്ടി പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയ പുരോഹിതരറിഞ്ഞില്ല. യേശുവിനെ തകർക്കാൻ ശ്രമിച്ച, അവന് കുതികാല് വെട്ടിയ, അവനെതിരെ ആ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്ത യൂദാസ് പോലും മനസ്സിലാക്കിയില്ല ഇതാ സുവിശേഷം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന്. യൂദാസിന് പോലും മനസ്സിലായില്ല. പലപ്പോഴും ഇങ്ങനെയാ കർത്താവിൻ്റെ പ്രവൃത്തി, ഇത് തന്നെയാ. ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകത്തില്ല. എല്ലാവരും നോക്കുമ്പോൾ അയ്യോ, ലോകം നോക്കുമ്പോൾ ഇത് പരാജയമാണല്ലോ, ലോകം നോക്കുമ്പോൾ ഇത് മോശമാണല്ലോ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ, സുവിശേഷത്തിന് എന്ത് സംഭവിച്ചു, മിനിസ്ട്രിക്ക് എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെ ലോകം നോക്കുമ്പോൾ എല്ലാം പ്രശ്നമാണ്. പക്ഷേ ഒരു സത്യമുണ്ട്, സത്യം വെളിപ്പെടുന്ന ദിവസമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ പിന്നിൽ എന്തായിരുന്നു, ഈ ഒരു പ്രവൃത്തിക്ക് ദൈവം എന്തായിരുന്നു പ്ലാൻ ചെയ്തത്, ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കണം. അപ്പോഴേ സത്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ദൈവിക പ്ലാനും പദ്ധതിയും എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. യേശുവേ ആരാധന. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സുവിശേഷ പ്രസംഗം തുടങ്ങി, ശക്തമായി സുവിശേഷം പ്രസംഗിച്ചു. പൗലോസിനെ കർത്താവ് വിളിച്ച നാൾ മുതൽ, അവൻ വീണ്ടെടുക്കപ്പെട്ട നാൾ മുതൽ യേശുവാണ് കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിരന്തരം, ഒരു വലിയ തലവേദനയായിരുന്നു യേശു ക്രിസ്തു എല്ലാവർക്കും. ഫരിസേയർക്കാകട്ടെ, സിനഗോഗുകളിൽ അവൻ ഓരോ ദിവസവും പോയി അവർക്ക് ദൈവവചനം, പഴയ നിയമത്തിന്റെ വചനമെടുത്ത് ക്രിസ്തുവാണ് ദൈവമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ലോകം മുഴുവൻ പ്രസംഗിക്കും. ഏത് കാര്യത്തിനും അവൻ തലവേദനയായിരുന്നു. 3 വർഷം എഫെസോസിൽ താമസിച്ച് അവിടെ ഉണ്ടായിരുന്ന ജനത്തിന് സുവിശേഷം കൊടുത്തു. ഇങ്ങനെ വലിയ സഭകളെ കെട്ടിപ്പടുത്തു, ഒരുപാട് ആത്മാക്കളെ നേടി. ലോകം മുഴുവൻ ആത്മാക്കളെ നേടുവാൻ കഴിവുള്ള, അല്ലെങ്കിൽ കെൽപ്പുള്ള പൗലോസ് അപ്പോസ്തലനെ ഇതാ തിന്മ പിടികൂടി. സാത്താൻ അവനെ ബന്ധനത്തിലാക്കി, അവനെ കാരാഗ്രഹത്തിലാക്കി. നിന്റെ സുവിശേഷം അവസാനിച്ചടാ, നിന്റെ സുവിശേഷം തീർന്നടാ എന്ന് പറഞ്ഞ് പൗലോസിനെ കൊണ്ടുവന്ന് ചങ്ങലകളാൽ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നിട്ടു. അതോടുകൂടി ലോകം വിചാരിച്ചു, ഓ പൗലോസിന്റെ ശല്യം ഇതോടുകൂടി അവസാനിച്ചു, പൗലോസിന്റെ പരിപാടി തീർന്നു. ഇതായിരുന്നു ലോകം വിചാരിച്ചത്. പ്രിയമുള്ളവർ, നമ്മളിന്ന് ലേഖനങ്ങൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ലേഖനങ്ങളിൽ ഏറ്റവും ഈടുറ്റ ലേഖനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന 14 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളാണ്. അപ്പോസ്തലൻ ലോകത്തിന് ഇന്ന് നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും, ഇതിൻ്റെ ബേസിക്കിനെ കുറിച്ച്, പഴയ നിയമത്തിൻ്റെ നിഴൽ ഇതാ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ നിയമവുമായി ബന്ധിച്ച് യേശു ക്രിസ്തു എന്ന കണ്ണാടിയിലൂടെ നോക്കിക്കൊണ്ട് ഇതിൻ്റെ ഒരു അടിത്തറ പാകി, ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച്, സഭ എന്തായിരിക്കണം, സഭ എങ്ങനെ പോകണം, സഭ എങ്ങനെ പോകരുത് എന്നുള്ളതിനെ കുറിച്ച് ഈടുറ്റ 14 ലേഖനങ്ങൾ അപ്പോസ്തലൻ എഴുതി വെച്ചു. ഇതിൽ പല ലേഖനങ്ങളും അപ്പോസ്തലൻ എഴുതിയത് കാരാഗ്രഹത്തിൽ വെച്ച.
നമ്മൾ വിചാരിക്കും അത് അവൻ്റെ പരാജയമായിരുന്നു. സുവിശേഷം ഇതാ പൗലോസിലൂടെ വരാൻ പോകുന്നത് അവസാനിച്ചു. ഇതാ തീർന്നടാ പൗലോസ്, നീ തീർന്നടാ. പൗലോസിനെതിരെ കരുക്കൾ നീക്കിയവരും, പൗലോസിനെ ചതിച്ചവരും, പൗലോസിനെ ബന്ധനത്തിലാക്കിയവരും, കാരാഗ്രഹത്തിലാക്കുന്നവരും എല്ലാവരും ചിന്തിച്ചു പൗലോസിന്റെ സുവിശേഷം അവസാനിച്ചു, ഇതോടുകൂടെ പൗലോസിന്റെ ശല്യം തീർന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിനേക്കാൾ, പൗലോസ് ലോകത്തിന് മുൻപിൽ പറഞ്ഞ സുവിശേഷത്തിനേക്കാൾ, അതിനേക്കാൾ ഈടുറ്റ ലേഖനങ്ങൾ എഴുതി അന്നു മുതൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ ഈ നൂറ്റാണ്ടിൽ പോലും ഈ ലേഖനങ്ങളിൽ, ഈ സുവിശേഷത്തിൽ എഴുതപ്പെട്ട ദൈവവചനങ്ങൾ അപ്പസ്തോലന്റെ ലേഖനങ്ങളാണ് ഇന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം നൽകുന്നത്. ഇത് പൗലോസ് അപ്പസ്തോലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഞാനിപ്പോ കാരാഗ്രഹത്തിലാണ്. എന്തിനെ പ്രതിയാ? ക്രിസ്തുവിന്റെ വചനത്തെ പ്രതി ഞാനിപ്പോ കാരാഗ്രഹത്തിലാണ്. പക്ഷേ ഈ കാരാഗ്രഹത്തിൽ തടവുകാരനായിരിക്കുന്ന ഞാൻ ഇതാ എഫേസ്യ ലേഖനം എഴുതുമ്പോൾ അവൻ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതുന്നു. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എഫേസ്യ ലേഖനം സാത്താനെതിരെയുള്ള ആയുധങ്ങളെക്കുറിച്ചും സഭയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഈ ലേഖനം, കൊളോസ്യ ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം, ഇങ്ങനെ ഈടുറ്റ അനേക ലേഖനങ്ങൾ ഈ കാരാഗ്രഹവാസത്തിലാണ് എഴുതിയത്. അപ്പസ്തോലൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ തടവ് അത് സഭയ്ക്ക് അനുഗ്രഹമായി. എൻ്റെ തടവ് സഭയ്ക്ക് അനുഗ്രഹമായി. തൻ്റെ കൂട്ട് തടവുകാരെ പോലും ക്രിസ്തുവിലേക്ക് എത്തിക്കുവാൻ പൗലോസ് അപ്പസ്തോലിന് കഴിഞ്ഞു എന്നുള്ളതും വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. 2 കൊരിന്തോസ് അതിൻ്റെ 11-ാം അധ്യായം 23-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്തോസ്. അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറയാതെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു. ഇതെല്ലാം ഇങ്ങനെ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ കഷ്ടതയും ദുരിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു കാര്യം വളരെ ക്ലിയറാണ്. ഒരു സുവിശേഷകൻ്റെ അവൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സുവിശേഷം പറഞ്ഞു പോകുന്ന അവൻ്റെ ജീവിതത്തിൽ കഷ്ടത പല രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം അപ്പസ്തോലൻ പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ മറ്റ് അപ്പസ്തോലന്മാരെക്കാൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്തു? കാരാഗ്രഹവാസവും കഷ്ടതയും ദുരിതവും വേദനയും എല്ലാം എനിക്കുണ്ടായി. മാത്രമല്ല വ്യാജ സഹോദരനിൽ നിന്ന് പോലും എനിക്ക് അപകടമുണ്ടായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും ഏറ്റവും കൂടുതൽ എനിക്കാണ് പ്രതിസന്ധികൾ ഉണ്ടായത്, പ്രതികൂലങ്ങൾ ഉണ്ടായത് എന്ന് അപ്പസ്തോലൻ പറഞ്ഞു വയ്ക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അപ്പസ്തോലൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പ്രതികൂലങ്ങളിലെല്ലാം ലോകം നോക്കി അപ്പസ്തോലനോട് പറഞ്ഞു, നിന്റെ പരിപാടി തീർന്നു, നിന്റെ പരിപാടി അവസാനിച്ചു. ഇന്ന് പലപ്പോഴും നമ്മളുടെ ചില മേഖലകൾ നോക്കി ലോകം പറയും, എടാ നീ തീർന്നടാ, നീ അവസാനിച്ചു, ഇതോടുകൂടെ എല്ലാം അവസാനിച്ചു. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇത് നമ്മുടെ തുടക്കമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ഭൗതിക ജീവിതത്തിൽ, എൻ്റെ ഫിനാൻഷ്യൽ മേഖലയിൽ, എൻ്റെ പല കാര്യങ്ങളിലും എൻ്റെ ദൈവം ചിലത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ടാണ് ഇത്? പക്ഷേ ഏറ്റവും വലുത് എൻ്റെ കയ്യിൽ തരാൻ, ഏറ്റവും സ്നേഹമാർന്ന് എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ടാണ് ചിലത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഓഫീസ് ഉണ്ടായിരുന്നു, എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞൊരു ചെറിയൊരു വാടക വീടായിരുന്നു, വളരെ ചെറുതൊരു വാടക വീട്. സത്യം പറഞ്ഞാൽ ഒരു ഗസ്റ്റിനെ പോലെ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരണം. ഈ സ്റ്റെപ്പിൻ്റെ അടിയിലാണെങ്കിൽ ആ നാട്ടിലെ പട്ടികൾ മുഴുവൻ, ആ പട്ടികളുടെയൊക്കെ ലേബർ റൂം ഈ സ്റ്റെപ്പിൻ്റെ അടിയിലാണ്. ഏതൊക്കെ പട്ടി ആ നാട്ടിലുണ്ടോ അതൊക്കെ പ്രസവിക്കുന്നത് ഈ സ്റ്റെപ്പിൻ്റെ അടിയിലാണ്. അതേപോലത്തെ ഒരു സ്റ്റെപ്പിൽ കൂടെ കയറി നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം. കാരണം 2 സൈഡിലും ആളുകൾ ഇങ്ങനെ തുപ്പി കൂട്ടിയിരിക്കുന്ന, മുറുക്കി ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ സൈഡിൽ കൂടെ കയറി ഞങ്ങൾക്ക് മാത്രം ഈ ഓഫീസിൽ കയറാം, ഒരാളെ പോലും, ഒരു ഗസ്റ്റിനെ പോലും കയറ്റാൻ പറ്റത്തില്ല. എന്നോട് പ്രിയപ്പെട്ട ഷിബു ബ്രദർ പറഞ്ഞടാ, ക്രിസ്തുവിൻ്റെ കൂടെ, വചനത്തിൻ്റെ കൂടെ നിന്നാൽ 6 മാസത്തിനുള്ളിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഞാൻ കാണുന്നു, 6 മാസത്തിനുള്ളിൽ വലിയൊരു അനുഗ്രഹം ഞാൻ കാണുന്നു.
ഞാൻ ധ്യാനം കൂടി കൃത്യം 6-ാം മാസത്തിലേക്ക് വരുന്നതിന് 5-ാം മാസം അവസാനമായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ റൂമിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഒരൊറ്റ മാസം നിനക്ക് തരാം, 1 മാസത്തിനുള്ളിൽ ഇറങ്ങിക്കോണം. ഞാൻ സ്ഥലം വിറ്റു, ഈ ബിൽഡിംഗ് ഞാൻ വിറ്റു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു വാടകയിൽ ഞങ്ങൾക്ക് സ്വസ്ഥമായി ടൗണിൽ തന്നെ നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി പറഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇതൊരു ജാതി അനുഗ്രഹമായിപ്പോയി, ഇത്രയും നല്ല അനുഗ്രഹമൊന്നും വേണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങനെയാ. കാരണം 6 മാസം ഞാൻ ഇങ്ങനെ എണ്ണി നോക്കി, 1 2 3 4 5 മാസമായുള്ളൂ. അങ്ങോട്ട് പറഞ്ഞത് ശരിയാവണ്ട്, 6-ാമത്തെ എത്തിയില്ല. അതിനു മുമ്പ് ഉള്ള ആശ്വാസം കൂടി പോയി. പ്രിയമുള്ള ഒരു വൃത്തിയും മെനയും ഇല്ലാത്ത ആ ഓഫീസിൽ നിന്നും അത് ഞാൻ ഇറങ്ങി. പിന്നീടുള്ള ദിവസങ്ങളോളം ഞാൻ ഇതിനു വേണ്ടി പുതിയൊരു ഓഫീസിന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഞാൻ 6000 രൂപ റെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ഞാൻ പുതിയതായി വന്ന സ്ഥലം 5000 രൂപ റെൻറ്റ് കൊടുക്കുന്ന സ്ഥലമാണ്. അതായത് 1000 രൂപ എനിക്ക് റെൻറ്റ് കുറഞ്ഞു. അവിടെ ആയിരുന്നപ്പോൾ ഏകദേശം 150 സ്ക്വയർ ഫീറ്റിൽ ഇട്ടാവട്ടത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ 1600 സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ റൂമിലേക്ക് ഞാൻ മാറി. അവിടെ ആയിരുന്നപ്പോൾ ഒരു ചെറിയ ബൈക്ക് പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതിരുന്ന അവിടെ ഒരു കണക്കിന് ഒതുക്കി വെച്ച് ഞാൻ പോകണം. അല്ലെങ്കിൽ കാറാണെങ്കിൽ ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് നടന്നു വരണം. എന്നാൽ ഇതാ ഒരു 20 കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്പേസിലേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. അതായത് വാടക കുറവ്, സ്ഥലം കൂടുതൽ, എല്ലാം കൊണ്ടും കണ്ണായ ആകർഷണീയമായ ഒരു സ്ഥലത്തേക്ക് ദൈവം എന്നെ കൊണ്ടുവന്ന ഒരു പുതിയ ഓഫീസിലേക്ക് ഒരു പുതിയ സ്റ്റെപ്പ് അവിടെ നിന്ന് എനിക്ക് തുടങ്ങാൻ പറ്റി. എൻ്റെ ബിസിനസ്സിൻ്റെ ഏറ്റവും ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് ആ ടൈമായിരുന്നു. നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിക്കുക. ഇന്ന് ഈ ഗ്രൂപ്പിൽ ഈ സൂമിലിരിക്കുന്ന എല്ലാവരോടും കർത്താവിൻ്റെ ആത്മാവ് പറയുക, പലതും നിൻ്റെ കൺമുൻപിൽ കാണുമ്പോൾ എല്ലാം അവസാനിച്ചു, എല്ലാം തീരാൻ പോവുകയാണ് എന്ന് പലരും ഹൃദയത്തിൽ ചിന്തിക്കും. പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, ഇത് അവസാനമല്ല, ഇത് പുതിയ തുടക്കമാണ്. ഇത് ഒന്നിൻ്റെയും അവസാനമല്ല, ഇത് പുതിയ തുടക്കത്തിനുള്ള ദൈവത്തിൻ്റെ ഒരു ഇൻ്റർവെൽ, അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന ചില മേഖലകളാണ്. ദൈവം അതാ പലതും, ചിലത് ചീഞ്ഞാണ് പുതിയതൊന്ന് സംഭവിക്കുന്നത്, ചിലത് മാറിയാണ് അതിലും ശക്തമായ മറ്റൊരു ശുശ്രൂഷ, അല്ലെങ്കിൽ മറ്റൊരു അനുഗ്രഹം, മറ്റൊരു മേഖല, മറ്റൊരു വാതില്, മറ്റൊരു ജോലി, മറ്റൊരു ബിസിനസ്, മറ്റൊന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മളെല്ലാം വിചാരിക്കും, ഓ ഇതുകൊണ്ട് എല്ലാം അവസാനിച്ചു. ഇന്ന് കാലത്ത് തന്നെ ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ബ്രദറെ എല്ലാം പോയി ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് മൊത്തം പോയി, തകർന്നു ബ്രദറെ. ബ്രദറെ ഒന്നും തകർന്നിട്ടില്ല. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, ഇതിലും വലുത് ദൈവം ഒരുക്കും. നീ വിചാരിക്കും ഇപ്പൊ ഇതാണ് എനിക്ക് അവസാന വഴി. അല്ല, കർത്താവിന് ഇതിലും വലുത് നിനക്ക് തരാൻ വേണ്ടിയിട്ടാ ചിലത് മാറ്റിവെക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കത്തില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രീതിയിലേ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. ഇവിടെ പൗലോസ് അപ്പസ്തോലന് വലിയ ആകുലതയായിരുന്നു. അയ്യോ, ഇനിയും ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ അനേക സഭകളെ സ്ഥാപിക്കാമായിരുന്നു, ലോകം മുഴുവൻ ഓടി നടക്കാമായിരുന്നു, വീണ്ടും ആത്മാക്കളെ നേടാമായിരുന്നു, അത് ചെയ്യാമായിരുന്നു, ഇത് ചെയ്യാമായിരുന്നു. പക്ഷെ പൗലോസേ, നീ കാരാഗ്രഹത്തിൽ ഇരിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. 2, 3, 4 നൂറ്റാണ്ടുകളിൽ, അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള നൂറ്റാണ്ടുകളിൽ, കാലഘട്ടത്തിൽ സഭയെ പണിയേണ്ടത്, സഭയ്ക്ക് വേണ്ട ലേഖനങ്ങൾ നിന്നെ കൊണ്ട് ദൈവം എഴുതിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടാ അപ്പസ്തോലനെ കർത്താവ് കൊണ്ടുപോയി കാരാഗ്രഹത്തിലിട്ടത്. ഇന്ന് നമ്മൾ അഭിമാനത്തോടെ ബൈബിൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാ, അത് കർത്താവ് നമുക്ക് വേണ്ടിയിട്ടാ അത് ചെയ്തത്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാം. നിങ്ങളുടെ സഹോദരനും പീഡകളിൽ രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെ കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ആമേൻ. അതായത് അപ്പസ്തോലൻ തൻ്റെ ജീവിതമാണ് പറയുന്നത്. നിങ്ങളുടെ സഹോദരനും പീഡകളിൽ രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനും. നിങ്ങളുടെ സഹോദരനാണ്, എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ സഹോദരനായി, നിങ്ങൾ സ്നേഹിതനായി, നിങ്ങളുടെ മൂപ്പനായി, എല്ലാ രീതിയിലും നിങ്ങൾ എന്നെ കണ്ടു. ഇതെല്ലാമാണ് നിങ്ങളുടെ എല്ലാ സന്തോഷത്തിലും പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെ കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. നമ്മൾ വിചാരിക്കും പത്മോസ് എന്ന ദ്വീപിൽ പുള്ളി ടൂറ് പോയതായിരിക്കും.
നല്ല കാഴ്ചയൊക്കെ കാണാം, നല്ല ഐസൊക്കെ വീഴുന്ന സ്ഥലമായിരിക്കും വിചാരിക്കും അല്ലേ. യഥാർത്ഥത്തിൽ കൽക്കരി അല്ലെങ്കിൽ അവിടെ ഖനനം ചെയ്യുന്നൊരു സ്ഥലമായിരിക്കും എന്നാണ് പറഞ്ഞപ്പെടുന്നത്. ഈ പത്മോസ് ദ്വീപ് ശവങ്ങളുടെ കല്ലറയായിരുന്നു, അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളും അങ്ങനെ രാജ്യങ്ങളിൽ നിന്നും കുറ്റവാളികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു. ഭയങ്കര ഭീകരമായ ജീവികൾ, മനുഷ്യരെ പോലും നശിപ്പിക്കാൻ കഴിവുള്ള പല മൃഗങ്ങളും പല ഭീകരജീവികളുമുള്ള ഒരു ദ്വീപ് അതായിരുന്നു പത്മോസ് ദ്വീപ്. അപ്പൊ ഈ പത്മോസ് ദ്വീപിലേക്ക് ഇവൻ എന്ത് ചെയ്തു? ഇവനെ നാട് കടത്തി. ഒറ്റയ്ക്ക, ആരുമില്ല, ഒരു മനുഷ്യൻ പോലുമില്ല, ഒരാൾ പോലുമില്ല. കഴിഞ്ഞ കാലഘട്ടത്തിൽ സുവിശേഷം പറഞ്ഞത്, കഴിഞ്ഞ കാലഘട്ടത്തിൽ ദൈവവചനത്തെ കുറിച്ച് കൊടുത്തത്, അത്ഭുതങ്ങൾ ചെയ്തത്, അടയാളങ്ങൾ ചെയ്തത്, അനേകരെ ഡെലിവറി ചെയ്തത്, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തതാണ് യോഹന്നാൻ. പക്ഷെ ആരുമില്ല, ഒറ്റയ്ക്കായി. ഒരൊറ്റ മനുഷ്യനില്ല യോഹന്നാന്റെ കൂടെ. എല്ലാവരും അവനെ തള്ളി, എല്ലാവരും ഒറ്റപ്പെട്ടു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്കായിരിക്കുക. അടുത്ത വാക്യം വായിച്ചേ, 10-ാം വാക്യം വായിച്ചേ. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റേതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫെസോസ്, സ്മിർണ, പെർഗാമോസ്, തിയത്തീറ, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്ക എന്നീ 7 സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക. നീ കാണുന്നത്, നീ കേൾക്കുന്നത്, നീ അറിയുന്നത്, ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്, നീ അതെല്ലാം കാണും യോഹന്നാനെ. ഇതെല്ലാം നീ എഴുതി സഭകൾക്ക് അയച്ചു കൊടുക്കുക. ആലോചിച്ച് നോക്കുക, ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പിന്നീട് സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, സകല കാര്യങ്ങളെക്കുറിച്ചും, ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതികൂലങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചും രാജ്യാന്തങ്ങളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും സകല കാര്യങ്ങളും യോഹന്നാനെ നീ കാണും. നീ കാണുന്നത് ഒരു ലേഖനത്തിൽ, ഒരു പുസ്തകത്തിൽ എഴുതി, നീ ഒരു ഗ്രന്ഥത്തിൽ എഴുതി അവർക്ക് അയച്ചു കൊടുക്കുക. യോഹന്നാനെ ഈ പത്മോസ് ദ്വീപിലേക്ക് കടത്തി കഴിഞ്ഞപ്പോൾ ലോകം കരുതി യോഹന്നാന്റെ പരിപാടി അവസാനിച്ചു, യോഹന്നാന്റെ സുവിശേഷം അവസാനിച്ചു, യോഹന്നാന്റെ നേടൽ അവസാനിച്ചു, യോഹന്നാന്റെ പ്രവൃത്തി തീർന്നു, എല്ലാം തീർന്നു. പക്ഷേ യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാന്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഈ സുവിശേഷത്തെക്കാൾ, അല്ലെങ്കിൽ ഈ ലേഖനത്തെക്കാളൊക്കെ ഏറ്റവും 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 ശ്രേഷ്ഠമായി വരാനിരിക്കുന്ന, ലോകത്തിന് സംഭവിക്കാനിരിക്കുന്ന വലിയ പ്രവചനങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ലോകത്തോട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് മുഴുവൻ ഈ പത്മോസ് ദ്വീപിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ്. ആരും സഹായമില്ലാത്ത, ഒരു വ്യക്തി പോലും, ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഇതാ സ്വർഗം അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും യേശു അവന്റെ മുൻപിൽ പറഞ്ഞു കൊടുക്കുകയും യോഹന്നാൻ ക്രിസ്തുവിന്റെ സ്നേഹം കാണുകയും യേശു പിന്നീട് നടക്കാനിരിക്കുന്ന സകല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. പ്രിയമുള്ള ദൈവപൈതലേ, ഇന്ന് വേദനയിലും ദുഃഖത്തിലും ഒറ്റപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രതികൂലങ്ങൾ, ഏതെങ്കിലും പ്രതിസന്ധികൾ, ഒരുപക്ഷെ നിന്റെ ജോലി തടസ്സമായിരിക്കാം, എന്തെങ്കിലും ഒരു പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ, നീ വിചാരിക്കും, അയ്യോ കർത്താവേ, ഈ ഒരു ജോലി അല്ലാതെ ഇനി മറ്റൊരു വാതിൽ എനിക്ക് തുറക്കാനില്ല, എനിക്കിനി മറ്റൊരു ജോലിക്ക് സാധ്യതയില്ല, എൻ്റെ ഏജ് ഓവറായി, 100 കൂട്ടം പ്രശ്നങ്ങളാ, ലിമിറ്റേഷൻസ് 1000, തടസ്സങ്ങൾ 10,000. പക്ഷേ 1000ങ്ങളെയും 10,000ങ്ങളെയും മാറ്റി അത് ജീവനാക്കി, നിന്റെ തടസ്സങ്ങളെ മാറ്റി നിനക്ക് വേണ്ടി വാതിൽ തുറക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. ആ ദൈവത്തിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ ഒന്നും നിനക്ക് പ്രതിബന്ധമല്ല, ഒന്നും നിനക്ക് പ്രതികൂലമല്ല. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നുമില്ല. ഇതൊരു പുതിയ തുടക്കമായി, ഒരു പുതിയ വാതിലായി, ഒരു പുതിയ തുടക്കമായി നിനക്ക് തുടങ്ങാൻ ദൈവം ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിനക്കെതിരെ പഴി പറയുന്നവരും, നിന്നെ ചതിക്കുന്നവരും, നിനക്കെതിരെ വാക്കുകൊണ്ട് അസ്ത്രം നെയ്യുന്നവരും, നിന്നെ ശപിക്കുന്നവരും, ഇന്നലെ വരെ നിന്നിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ചിട്ടും നിന്നെ ശപിക്കുകയും വാക്കുകൾ കൊണ്ട് നിന്നെ വേദനിപ്പിക്കുകയും നിനക്കും കുടുംബത്തിനെതിരെ തിരിയുമ്പോഴും നീ അവരോട് പറയണം, ഇതൊന്നും അവസാനിക്കത്തില്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോവുകയാ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അവൻ ഇറങ്ങാൻ പോവുകയാ. പ്രത്യാശയോടെ നീ പറയണം. കാരണം പുതിയൊന്ന് തുറക്കാൻ വേണ്ടിയിട്ടാ ചില പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത്, ചില പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മൾ വിശ്വസിച്ചോണം, നമ്മൾ ചിന്തിച്ചോണം. യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിലാകട്ടെ, ഇതാ പൗലോസിൻ്റെ കാര്യത്തിലാകട്ടെ, പത്രോസിൻ്റെ കാര്യത്തിലാകട്ടെ, യോഹന്നാൻ്റെ കാര്യത്തിലാകട്ടെ, തൻ്റെ അപ്പസ്തോലന്മാരുടെ സകല കാര്യത്തിലും, പിന്നീട് ഇങ്ങോട്ടുണ്ടായിരുന്ന എല്ലാ വ്യക്തികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ്.
എല്ലാവരും വിചാരിക്കും അവൻ തീർന്നു, അവൻ്റെ പരാജയമാണ്. പക്ഷേ ദൈവം തൻ്റെ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. അവൻ്റെ ഒരു മേഖല അവൻ തുറക്കുക തന്നെ ചെയ്യും. ഒന്ന് കണ്ണുകളോടെ ചെയ്യേ. കർത്താവിനോട് പറഞ്ഞേ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കണമേ. എൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ, എൻ്റെ കൃപയുടെ വാതിൽ, എൻ്റെ വിജയത്തിൻ്റെ വാതിൽ യേശുവേ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവരൊരു ഒറ്റപ്പെടലും വേദനയും ദുഃഖവും എല്ലാം ഉണ്ടായിരുന്നു. വെളിപാട് പുസ്തകം 1, 2, 3 എഴുതുമ്പോൾ നമുക്കത് കാണുന്നുണ്ട്. പക്ഷേ എഴുതി അവൻ 19 വരുമ്പോൾ 19 അധ്യായത്തിൻ്റെ 11 വാക്യം മുതൽ വായിക്കുമ്പോൾ, സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ വെള്ള കുതിരയുടെ അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യും. ഒരിക്കൽ കുട്ടിയുടെ പുറത്തു വന്നവൻ, ഒരിക്കൽ കഴുതയുടെ പുറത്തു വന്നവൻ, ജനം മുഴുവൻ ആർപ്പ് വിളിച്ചവൻ, ജനം മുഴുവൻ ഓസാന പാടിയവൻ, ജനം മുഴുവൻ അവനെ എതിരേറ്റു. അവനെ വലിയവനെന്നും ലോകം കണ്ട പ്രവാചകനെന്നും ലോകം കണ്ട വലിയവനെന്നും വിളിച്ചു പറഞ്ഞു. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ഇവനെ ശപിച്ചുകൊണ്ട് നാവുകൾ വന്നു. ഇവനെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് നാവുകൾ വന്നു. ലോകം മുഴുവൻ ശാപവാക്കുകൾ കൊണ്ട് അവനെ എതിർത്തു. അയ്യോ, ഇവൻ പരാജയമെന്ന് പറയാൻ തുടങ്ങി, ഇവൻ തോൽവി എന്ന് പറയാൻ തുടങ്ങി, ഇവൻ മോശക്കാരൻ എന്ന് പറയാൻ തുടങ്ങി. പക്ഷേ ഇതാ യോഹന്നാൻ വേദനയിലും ദുഃഖത്തിലും ഒറ്റപ്പെട്ട് പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ അതിൻ്റെ 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ വെള്ളക്കുതിരയുടെ പുറത്ത് ചുമന്ന മേലങ്കി ധരിച്ച്, രക്തത്തിൻ്റെ മേലങ്കി ധരിച്ച്, അധികാരത്തിന് നെടുമായി അവകാശമായി അവൻ വരാൻ തുടങ്ങി. യോഹന്നാൻ അത് കണ്ടു. യോഹന്നാനെ, നീ ഇത് കാണ്. കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് നിന്റെ മുൻപിലൂടെ കഴുതയുടെ പുറത്ത് പോയവൻ, ലോകം അവനെതിരെ വിളിച്ചു പറഞ്ഞവൻ, ലോകം അവനെതിരെ ശബ്ദിച്ചവൻ, ലോകം ശപിച്ചവൻ, നീ കാണ് യോഹന്നാനെ, വിജയത്തേരിൽ ലോകത്തിന്റെ രാജാവായി എഴുന്നള്ളുന്നത് യോഹന്നാനെ, നീ കാണ് യോഹന്നാനെ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപാട് പുസ്തകം 19 അധ്യായത്തിൽ ഇതാ ക്രിസ്തുവിന്റെ വിജയത്തിന്റെ യാത്ര തുടങ്ങുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന് യേശുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ലോകം നിന്നോട് പറയും, നിന്റെ പരാജയമാ, നിന്റെ തോൽവിയാ, നീ വീണു, നീ നശിച്ചു, നീ തീർന്നു എന്നൊക്കെ നിന്നോട് പറയും. പക്ഷേ നീ പറയണമില്ല, എൻ്റെ കർത്താവിൻ്റെ ആത്മാവുള്ളപ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ വചനം എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ വിജയിക്കും, ഞാൻ രക്ഷപ്രാപിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് നീ പറയണം. ലോകത്തിൻ്റെ അതരത്തെ നീ ഇല്ലാതെയാക്കണം. നുണയുടെ വൻപ് പറയുന്ന, തിന്മ പറയുന്ന, ശാപം പറയുന്ന അതരത്തെ നീ മാറ്റി നിർത്തണം. പകരം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വചനം നിന്റെ അതരത്തിൽ വരണം. ആ അതരത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വചനം എപ്പോൾ വരുന്നോ അവിടെ തുടങ്ങി നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. അവിടെ തുടങ്ങി ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. അത് നമ്മുടെ പ്രത്യാശയാണ്. അതാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അപ്പസ്തോലിക സഭകളിലും എല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ആ പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആ അനുഗ്രഹത്തെ നമുക്ക് പിൻചൊല്ലാം. ആ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ശക്തമായി ദൈവസന്നിധിയിൽ യാചിക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാം 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 മാറുന്നൊരു ദിനമുണ്ട്. എൻ്റെ പഴയ ജീവിതം മാറുന്നൊരു ദിനമുണ്ട്. എൻ്റെ കഷ്ടതയുടെ ദിനങ്ങൾ മാറുന്നൊരു ദിനമുണ്ട്. എൻ്റെ പ്രതികൂലങ്ങൾ മാറുന്നൊരു ദിനമുണ്ട്. അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ, സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നൊരു ദിവസമുണ്ട്. അതിനുവേണ്ടി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. ദൈവാനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.